ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം സ്റ്റാറ്റ്സ് അനാലിസിസ് ആണ്. അതായത് നമ്മൾക്കറിയാം ബലേബ ഏകദേശം കൺഫേംഡ് ആണ് നമ്മുടെ പ്രൈമറി മിഡ്ഫീൽഡർ ആണെന്നുള്ളത്. എന്നാൽ നമുക്ക് വരാൻ പോകുന്ന ആ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആരാണ്? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതിലേക്ക് കുറേ പേരുകളുണ്ട്. എഡേഴ്സൺ ഉണ്ട്, സ്റ്റില്ലർ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിയമീനി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് പേരുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര് ഒന്ന് എഡേഴ്സനാണ്. അറ്റ്ലാന്റയിൽ നിന്ന് കളിക്കുന്ന CM റോൾ കളിക്കുന്ന എഡേഴ്സൺ. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റില്ലർ ഉണ്ട്. സ്റ്റുട്ട്ഗാർട്ടിലെ സ്റ്റില്ലർ നമ്മളായിട്ട് ലിങ്ക്ഡ് ആണ്. പിന്നെ ഒരു മിഡ്ഫീൽഡറിനായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുണ്ട്. ആ മിഡ്ഫീൽഡർ ആരാന്ന് പറയുന്നില്ല, ഞാൻ തംബ്നെയിലും ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ ആ മിഡ്ഫീൽഡറിനെ ഒരു മിസ്റ്ററിക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. എന്തായാലും നിങ്ങൾ കോമൻസ് ഒക്കെ താഴെ ചെറുപറന്ന് എഴുതിക്കോ. കൂട്ടത്തിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് മിസ്സായി പോകും. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ തേർഡ് മിഡ്ഫീൽഡർ പേര് ഞാൻ പറയാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യും, ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് താഴെ കോമൻസിൽ നമുക്ക് സംസാരിച്ചിട്ട് കണ്ടെത്താം. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഈ സ്റ്റാറ്റ്സ് കണ്ടാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ആരാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാറ്റ്സിലോട്ട് കിടക്കാം. എഡേഴ്സൺ, സ്റ്റില്ലർ, പിന്നെ മിസ്റ്ററി മിഡ്ഫീൽഡർ, അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സോ എഡേഴ്സൺ 26 വയസ്സായി, സ്റ്റില്ലർക്ക് 25 വയസ്സ്, ഞാൻ പിക്ക് ചെയ്ത പ്ലെയർക്ക് 22 വയസ്സ്, മിസ്റ്ററി മിഡ്ഫീൽഡർക്ക്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റില്ലറിനും എഡേഴ്സണും ഒരേ ഹൈറ്റാണ്, 183 സെൻറ്റിമീറ്റർ. ഞാൻ പറഞ്ഞ മിഡ്ഫീൽഡർക്ക് 178 സെൻറ്റിമീറ്ററാണ് ഉയരം. മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ സ്റ്റില്ലർക്കാണ്. അതിന് തൊട്ട് താഴെ വരുന്നത് ഞാൻ പറഞ്ഞ മിഡ്ഫീൽഡറാണ്. 43 മില്യൺ യൂറോസാണ് വില. എഡേഴ്സൺ മിക്കവാറും ഒരു 40 മില്യൺ യൂറോസ് ആയിരിക്കും മാർക്കറ്റിൽ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഹീറ്റ് മാപ്പിലോട്ട് പോകാം. ഹീറ്റ് മാപ്പിലോട്ട് പോകുമ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും, ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് എഡേഴ്സിൻ്റെ ഹീറ്റ് മാപ്പാണ്, സെക്കൻഡ് സ്റ്റില്ലറുടെ ഹീറ്റ് മാപ്പാണ്, തേർഡ് ഞാൻ പിക്ക് ചെയ്ത മിഡ്ഫീൽഡറുടെ ഹീറ്റ് മാപ്പാണ്. തീർച്ചയായിട്ടും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സ്റ്റില്ലർ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആളൊരു CDM ആണ്, കുറച്ചും കൂടിയും ആ ഏരിയയിൽ ഡോമിനേറ്റ് കളിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് മാച്ചസിൻ്റെ കാര്യമാണ്. മിനിറ്റ്സ് പെർ ഗെയിം ആർക്കാണ് കൂടുതൽ? സ്റ്റില്ലർക്കാണ്. പക്ഷേ ടോട്ടൽ മിനിറ്റ്സ് പ്ലേഡും അതേപോലെ തന്നെ മാച്ചസ് പ്ലേഡും ഏറ്റവും കൂടുതലുള്ളത് ഞാൻ പിക്ക് ചെയ്ത ആ മിസ്റ്ററി മിഡ്ഫീൽഡർക്കാണ്. അതായത് അവൈലബിലിറ്റിയാണ് ആ മിഡ്ഫീൽഡറുടെ വൺ ഓഫ് ദ പോസിറ്റീവ് ആസ്പെക്ട്. അറ്റാക്കിംഗ് ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചുള്ളത് ആ മിസ്റ്ററി മിഡ്ഫീൽഡറാണ്. ഗോൾസ് പെർ ഗെയിം, ഷോട്ട്സ് ഓഫ് ടാർഗറ്റ്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ബിഗ് ചാൻസസ് മിസ്ഡ് ഒക്കെ നമ്മുടെ മിഡ്ഫീൽഡറാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്ത മിഡ്ഫീൽഡറാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മിഡ്ഫീൽഡർ മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാറ്റ്സ് ഫുള്ള് കാണുക. എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. നെക്സ്റ്റ് ഫേസ് പാസസ്. അതിൽ തന്നെ അസിസ്റ്റ് പെർ ഗെയിം, എക്സ്പെക്റ്റഡ് അസിസ്റ്റ്, ബിഗ് ചാൻസ് ക്രിയേറ്റഡ് ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഏഞ്ചലോ സ്റ്റില്ലറാണ്. അതിന് തൊട്ട് നിൽക്കുന്നത് ഞാൻ പിക്ക് ചെയ്ത ആ മിഡ്ഫീൽഡറാണ്, ആ മിസ്റ്ററി മാൻ. ഡിഫൻസിലോട്ട് പോകുമ്പോഴാണ് എന്നെ ശരിക്ക് പോസിറ്റീവ് ആക്കിയ കുറച്ച് സ്റ്റാറ്റ്സ് ഞാനിവിടെ കണ്ടത്. അതിൽ തന്നെ ഇൻ്റർസെപ്ഷൻസ്, ക്ലിയറൻസസ്, ബ്ലോക്ക് ഷോട്ട്, ഈ മൂന്നിലും ബെറ്ററായി നിൽക്കുന്നത് നമ്മുടെ മിസ്റ്ററി മാൻ മിഡ്ഫീൽഡറാണ്. അതിന് തൊട്ട് താഴെ തീർച്ചയായിട്ടും സ്റ്റില്ലർ ഉണ്ട്, എഡേഴ്സൺ ഉണ്ട്. ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം, കസമീറോ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യലും ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യലുമാണ്. അതിലാരാണ് ബെറ്റർ? എഡേഴ്സനാണോ, സ്റ്റില്ലറാണോ, അതോ നമ്മുടെ ആ മിസ്റ്ററി മിഡ്ഫീൽഡറാണോ? സ്റ്റാറ്റ്സ് നോക്കാം. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. സക്സസ്ഫുൾ ഡ്രിബിൾസ്, ഗ്രൗണ്ട് ഡ്യുവൽസ് 1, ഏരിയൽ ഡ്യുവൽസ് 1. നമ്പേഴ്സിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മിസ്റ്ററി മാനാണ്. ആരാണ് ഈ മിസ്റ്ററി മാൻ? നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾ ശരി ഉത്തരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ഡ്യുവൽസും ഏരിയൽ ഡ്യുവൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീമിയർ ലീഗിൽ. അതിന് ഏറ്റവും മികച്ചത് ഞാൻ പിക്ക് ചെയ്ത ആ തേർഡ് മിഡ്ഫീൽഡറാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇതോടെ ആലോചിക്കാനുണ്ട്. ഫൗൾ ചെയ്യപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ടതും നമ്മുടെ ആ മിഡ്ഫീൽഡറാണ്. സോ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം, നമുക്ക് എഡേഴ്സൺ വേണോ, സ്റ്റില്ലർ വേണോ, അതോ ഈ മിസ്റ്ററി മിഡ്ഫീൽഡർ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ മൈ ഒപ്പീനിയൻ ഐ വോണ്ട് ദാറ്റ് മിസ്റ്ററി മിഡ്ഫീൽഡർ. കാരണം നമ്മൾക്ക് വേണ്ട എല്ലാ ബോക്സും ടിക്ക് ആവുന്നത് ആ മിസ്റ്ററി മിഡ്ഫീൽഡറാണ്. ഒരു സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷനായിട്ട് വരാൻ പോകുന്ന മിഡ്ഫീൽഡർ. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇത്രയും സ്റ്റാറ്റ്സ് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണ് ബെറ്റർ ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യണമെന്ന് തോന്നുന്നത്? അത് ആ മിസ്റ്ററി മാൻ ആണോ, സ്റ്റില്ലർ ആണോ, അതോ എഡേഴ്സൺ ആണോ? തീർച്ചയായിട്ടും അവിടെ കോമൻറ്റ് ചെയ്യുക. വളരെ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോകുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും കോമൻറ്റ്സ് പറയാൻ താഴെ എഴുതുക. മിസ്റ്ററി മിഡ്ഫീൽഡർ ആരാണ്? ക്യാൻ യു ഗെസ് ദ നെയിം? ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്.
അപ്പോൾ സ്റ്റാറ്റ്സ് അനാലിസിസ് കഴിഞ്ഞു. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സീ യു സൂൺ.